തൃശൂരിൽ 3 ഇടങ്ങളിൽ എടിഎമ്മുകൾ കൊള്ളയടിച്ചു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എടിഎമ്മുകളാണ് കൊള്ളയടിച്ചത്. പുലർച്ചെ 2:30-നും 4 മണിക്കും മധ്യയായിരുന്നു കവർച്ച. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എടിഎം തകർത്തത്. കാറിൽ വന്ന 4-അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറയുന്നു. 3 എടിഎമ്മുകളിൽ നിന്നായി 60 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. മാപ്രാണത്തെ എടിഎമ്മിൽ നിന്ന് 35 ലക്ഷം രൂപയും കോലഴിയിലെ എടിഎമ്മിൽ നിന്ന് 20 ലക്ഷം രൂപയും ഷൊർണൂർ റോഡിലെ എടിഎമ്മിൽ നിന്ന് 9.5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത്. മാപ്രാണത്ത് ബ്ലോക്ക് ജംഗ്ഷനിലുള്ള SBI ബാങ്കിന്റെ എടിഎമ്മിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 2:30 വെളുത്ത കാറിൽ നമ്പർ മറച്ചെത്തിയ 4-അംഗ സംഘമാണ് മോഷണം നടത്തിയത്. മുഖം തോർത്തുകൊണ്ട് മറച്ച നിലയിലാണ് മോഷ്ടാക്കൾ എത്തിയത്. എടിഎമ്മിന്റെയും സമീപത്തെ കടകളുടെയും CCTV ക്യാമറകൾ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മറച്ച ശേഷമാണ് മോഷണം നടത്തിയത്. എന്നാൽ ഇവർ കാറിൽ വന്നിറങ്ങിയ ബ്ലോക്ക് റോഡിൽ സമീപത്തെ അമ്മൂസ് ഹോട്ടലിന്റെ പുറകുവശത്തായുള്ള ക്യാമറയിൽ ഇവർ വരുന്നതും പോകുന്നതുമായുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മാപ്രാണത്തെ എടിഎമ്മിൽ 35 ലക്ഷം രൂപ നിറച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എടിഎം മെഷീന്റെ പണം വയ്ക്കുന്ന ഭാഗം കട്ട് ചെയ്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. മാപ്രാണത്ത് മാസങ്ങൾക്ക് മുമ്പാണ് നിരവധി സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.